ഫ്ലോറിലേക്കും വന്നിട്ടുണ്ട് ഒരാൾ. ഒരുപാട് പേര് നമ്മളെ മാതൃഭൂമി വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അക്കൂട്ടത്തിൽ OJ ജനീഷ് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക്, ഒപ്പം വേക്കപ്പ് കേരളയിലേക്ക്. പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരെയായി കാണാൻ. എന്താണ് പ്രതീക്ഷകൾ? ആദ്യം ഈ മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ ഒരു ഞെട്ടലായിരുന്നോ, ഒന്ന് പകച്ചുപോയോ, അതോ വലിയ ആത്മവിശ്വാസം കിട്ടിയോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇല്ല, ഞെട്ടലും അങ്ങനെ പകപ്പുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പരിഗണനയിലേക്ക് ചർച്ചയിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ അവസാന സമയത്തെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പലരും അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളിൽ ആണ് ഒരു വലിയ ഞെട്ടലുണ്ടായിരുന്നത്. കാരണം പിന്നെ നിങ്ങൾ കൊടുത്തിരുന്ന സ്കൂപ്പിലോ വകുപ്പുകളിലോ മന്ത്രിമാരുടെ എണ്ണത്തിലോ എൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്താണല്ലോ നിങ്ങളെല്ലാവരും അറിയുന്നത്. ഞാൻ പക്ഷേ കുറച്ച് മുമ്പ് നേരത്തെ അറിയുകയും അതിനോട് അങ്ങനെ ആകുകയാണെങ്കിൽ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊരുത്തപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടൊരു ഞെട്ടലുണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം വലിയ പ്രതീക്ഷകളും വലിയ ഒരു പ്രതീക്ഷയുടെ ഭാരമുണ്ട്. നമുക്കൊരു വലിയ അവസരമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കുറ്റമറ്റതായ രീതിയിൽ നന്നായി ചെയ്യണമെന്നുള്ളതാണ് ഒരാഗ്രഹം. പിന്നെ അതൊരു അംഗീകാരമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറയിൽപ്പെടുന്ന എല്ലാവർക്കും കിട്ടുന്നൊരു അംഗീകാരമാണ്. സംഘടനയിൽ എല്ലാവർക്കും കിട്ടിയ ഒരു അംഗീകാരമാണ്. ഒരുപാട് സമരം ചെയ്ത ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് കടന്നു വരാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് കൂടിയാണ് ഞാനും വരുന്നത്. ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷം. ഈ ചെറുപ്പക്കാരനായ ഒരാൾ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് വരുമ്പോൾ സാധാരണ ഒരു അമിത ആവേശമോ അല്ലെങ്കിൽ വലിയൊരു ഉത്സാഹമോ ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആ ഒരു തഴക്കവും വഴക്കവും അല്ലേ നിങ്ങൾ കാണുന്നതെന്ന് നോക്കിയേ. അതെന്തുകൊണ്ടായിരിക്കാം? ഈ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ വന്നതിന്റെ പരിചയം അതിൽ പിന്നെ KSU യൂണിറ്റ് പ്രസിഡന്റ് മുതൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വരെയുള്ള ഈ യാത്രക്കിടയിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. നമ്മളൊക്കെ മോൾഡ് ചെയ്യപ്പെടുന്നത് അങ്ങനെ സംഘടനാ രംഗത്തുണ്ടായിട്ടുള്ള പരിചയങ്ങളിലൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ അമിതമായി ഒന്നിലും ആഹ്ലാദിക്കാതിരിക്കുക, അമിതമായി ഒന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി വളരെ ബോധപൂർവം നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ അത് അങ്ങനെ ഒരു മിതത്തിൽ പോയാൽ മതി എന്നുള്ളതാണ് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായിട്ട് എൻ്റെ ഒരു ചുറ്റും നിന്നിരുന്ന ആളുകളുടെയൊക്കെ ഒരു ഉപദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പെരുമാറ്റങ്ങളോ അവരൊക്കെ നമ്മളെ സ്വാധീനിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് സമയവും നമ്മൾ എന്തിനേയും പിന്നെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാനസികമായി പരുവപ്പെട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ ഇപ്പോൾ ഞാനൊരു ദിവസം തന്നെ ഷാഫി പറമ്പിൽ MP വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ജയിക്കും. അപ്പോഴും പക്ഷേ അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അല്ല, നീ അഥവാ ഇനി പരാജയപ്പെടുകയാണെങ്കിലും അതിനെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി മനസ്സായിട്ട് പരുവപ്പെട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ നേതാക്കന്മാരും എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയുക. അപ്പോൾ കുറേയേറെ കാലങ്ങളായി നമ്മൾ അങ്ങനെയും കൂടിയാണ് പരുവപ്പെട്ട് വരുന്നതൊക്കെ. പ്ലാൻ എയും ഒരു പ്ലാൻ ബിയും എന്ന് പറഞ്ഞതുപോലെ ഇനി അത് അങ്ങനെ അല്ല എങ്കിൽ എന്ത് വേണം? അല്ല, പ്ലാൻ എ എന്നുള്ളതിനെ പറയില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതന്നെ നടക്കണമെന്നില്ല. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ വേണമെങ്കിൽ നമ്മളൊരു തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ പരാജയപ്പെട്ടു പോയേക്കാം. ചിലപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ നമുക്ക് എല്ലാവർക്കും ജയിക്കാനും സാധിച്ചേക്കാം. ഒരു വ്യക്തിയെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ലല്ലോ പൊളിറ്റിക്സ്. എപ്പോഴും പലവിധങ്ങളായ സാഹചര്യങ്ങളും പലവിധങ്ങളായ ഇക്വേഷൻസും പല പ്രതികൂലമാകുന്ന ഒരുപാട് ഘടകങ്ങളൊക്കെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലായ്പ്പോഴും ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടക്കണമെന്നില്ല. പ്ലാൻ ചെയ്ത് പോകാൻ കഴിയുന്ന ഒന്നുമല്ല. സാഹചര്യങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് മാനസികമായി പരിമപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ കാലത്തെ, ഒരു വലിയ കാലമല്ലല്ലോ, ചെറിയ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന്, ഒരു 20 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പരിചയത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളങ്ങനെ എല്ലായ്പ്പോഴും ഒരു മിതത്വം പാലിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ മന്ത്രിയോട് ഒരൊറ്റ കാര്യം കൂടി, ഈ നേരത്തെ പറഞ്ഞില്ലേ മാധ്യമങ്ങളൊക്കെ അങ്ങനെ വിജയം കാണുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നു, മനസ്സ് പാകപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു. അതിനോട് പൊരുത്തപ്പെട്ടിരുന്നു, ആ വാക്കാണ് ഉപയോഗിച്ചത്. എന്ത് തന്നെയാണെങ്കിലും അവനോട് പൊരുത്തപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിജയം വന്ന ഉടനെ തന്നെ ആ പൊരുത്തപ്പെടൽ, വിജയത്തിനോട് പൊരുത്തപ്പെടൽ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ രൂപപ്പെട്ടോ? ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയാവണം മന്ത്രി എന്നുള്ള നിലയിൽ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടോ ഉള്ളില്? ഇല്ല, അതൊന്ന് അങ്ങനെ ഒരു രൂപമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, നമ്മൾ ഇപ്പോഴേ തന്നെ ഇനി ആയിക്കഴിഞ്ഞാൽ ഒക്കെ അടുത്ത സെക്കൻഡിൽ ഞാൻ അടുത്ത തലക്കെട്ട് സൃഷ്ടിക്കാം എന്നുള്ള ചിന്ത എനിക്കില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പഠിച്ച് സാഹചര്യങ്ങളും പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കി വളരെ സീനിയറായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരും നേതാക്കന്മാരൊക്കെ ഉള്ള മന്ത്രിസഭ ക്യാബിനറ്റ് കൂടിയാണ്. അവരെല്ലാവരും കൂടി ഒരു അഡ്വൈസൊക്കെ സ്വീകരിച്ചിട്ടൊക്കെ തന്നെ പിന്നെ എടുത്തിയാടി പറയുന്നതും എടുത്തിയാടി ഒരു കാര്യം പറഞ്ഞ് അതൊരു തലക്കെട്ടായി മാറിയതുകൊണ്ട് കാര്യമില്ല. അത് പ്രാവർത്തികമാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഈ മേഖലയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു രീതി ആണ് നമുക്ക് പൊതുവെ ഉള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ സ്വീകരണ മുറിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരെ. അപ്പോൾ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും
യുവമന്ത്രി എന്നുള്ള നിലയിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത ഇതിലേക്ക് കടന്നേക്കാം. ഇല്ല ജനങ്ങളോട് എല്ലാവരോടും വലിയ നന്ദി സ്നേഹവും കടപ്പാടാണ്. കാരണം സംസ്ഥാനത്ത് 102 സീറ്റുകളോട് കൂടിയിട്ടാണ് UDF-ൻ്റെ സർക്കാരിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ കൂട്ടത്തിൽ ഒരാളായി കടന്നു വരാനുള്ള ഒരു അവസരമാണ് എനിക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് ജനങ്ങളെല്ലാം തന്നെ ഈ സർക്കാരിനെ പറ്റി നോക്കിക്കാണുന്നത്. സർക്കാർ നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. ഈ ക്യാബിനറ്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അവர்களായാലും അതുപോലെ തന്നെ ക്യാബിനറ്റിലുള്ള മറ്റു മന്ത്രിമാരായാലും വിജയിച്ചു വന്നിട്ടുള്ള MLA-മാരായാലും ടീം UDF കേരളത്തെ നിരാശപ്പെടുത്തില്ല. കാരണം 10 വർഷക്കാലത്തെ അവരുടെ ഒരുപാട് അവരുടെ ആഗ്രഹങ്ങളാണ് ഇന്നത്തെ പുതിയ ഒരു മന്ത്രിസഭയായും ഇന്നത്തെ പുതിയ ഒരു സർക്കാരായൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ നിരാശപ്പെടുത്താത്ത ഒരു സർക്കാരായി കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് സന്തോഷം